മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കും ഒരു കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുവല്ലോ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാവിലെ വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും വാദിച്ചു കൊണ്ടിരുന്നത് പോലെ, പ്രിയമുള്ളവരെ, വാസ്തവമായും ഒരു ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ടാണ് ഞാനും ഇത്രയും സമയം ഇവിടെ ഇരുന്നത്. ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്കും ചെറുപ്പകാലത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തെ അറിയുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു ഭവനത്തിൽ എൻ്റെ സഹോദരനും സഹോദരിയും സാക്ഷ്യം പറയാറുള്ളത് പോലെ ദൈവത്തെ അന്വേഷിക്കാത്തൊരു ഭവനത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുപാടുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവിന് നല്ല ജോലിയുണ്ട്, എന്നാൽ മദ്യപാനി ആയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അല്പം പോലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല. ബാല്യകാലം മുതൽ ഞങ്ങളുടെ ഹൃദയം വളരെയേറെ വേദനിച്ചും സങ്കടപ്പെട്ടും ദുഃഖിച്ചുമാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ എനിക്ക് എൻ്റെ പിതാവിനോട് വലിയൊരു സ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ആത്മഹത്യ വഴിയായി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. കാരണം മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പഠിക്കണം, വലിയ നിലയിലെല്ലാം എത്തണമെന്നെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മുമ്പിലേക്ക് നോക്കുമ്പോൾ സകല വാതിലുകളും അടഞ്ഞ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്തൊരു സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ യാതൊരു സ്നേഹവും അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സംസാരിക്കുകയില്ലായിരുന്നു. ഒരു മരിച്ച ഭവനം പോലെയായിരുന്നു ഞങ്ങളുടെ വീട്. എന്നാൽ പ്രിയമുള്ളവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കാണുന്നവനായ ദൈവം, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഞാൻ കോളേജിൽ പോകും, കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കരയും. എന്താണ് പഠിപ്പിക്കുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആത്മഹത്യ വഴിയായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണമെന്നാണ്. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ഞങ്ങളെ ഓരോരുത്തരെയും കണ്ടവനായ ദൈവം ഭാഗ്യവശാൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളെ ഓരോരുത്തരെയും ദത്തെടുക്കുവാൻ സ്വർഗത്തിലെ കൃപ ഞങ്ങളെ തേടി വന്ന് തിരുമനസ്സായി. പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആരും എനിക്കൊരു നോട്ടീസ് തന്നില്ല. ഒരു കൺവെൻഷനോ അല്ലെങ്കിൽ ഒരു യോഗമോ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്ന് ആരും എന്നോട് പറഞ്ഞില്ല. ഞാനിങ്ങനെ ദുഃഖിച്ചും ഭാരപ്പെട്ടും എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ അവിടെ പോയാൽ ഒരു സമാധാനം കിട്ടുമായിരിക്കുമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ അത്യന്ത ശക്തി, ഈ വലിയ സ്നേഹം, പ്രിയമുള്ളവരെ, എന്നെ തള്ളി 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 അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. കോളേജിൽ നടക്കുന്ന ഒരു പ്രെയർ ഫെലോഷിപ്പിലാണ് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്താണ് അവിടെ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഈ 18 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന സങ്കടങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം പൊട്ടി തകർന്ന് ക്രൂശിതൻ്റെ പാദത്തിലേക്ക് വയ്ക്കുവാൻ മറ്റതല്ല പ്രിയമുള്ളവരെ, വെപ്പിച്ചതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വന്നത് ഞാനന്ന് തിരിച്ചറിഞ്ഞു. കാരണം ഞാൻ ഭാരമില്ലാത്തവളായി അന്ന് അവിടെ നിന്ന് തിരികെ പോകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൃപയാൽ അന്ന് ഒരു ഉറച്ചൊരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. എന്തെല്ലാം വന്നാലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി അന്ത്യത്തോളം ജീവിക്കുമെന്നുള്ളൊരു സമർപ്പണം എടുക്കുവാൻ ദൈവം അന്ന് ഏഴയ്ക്ക് ഭാഗ്യം തന്നു. ഞാൻ ഓർക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അന്ന് പല പ്രാവശ്യം ഞാൻ പോയിരുന്നപ്പോഴെല്ലാം എനിക്കറിയാം, ഈ അത്യന്ത ശക്തി എൻ്റെ മേൽ നിഴലിട്ടതും എനിക്ക് വഹിക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലൂടെ ശരീരത്തിലൂടെ ഒഴുകിയതെല്ലാം ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചു. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ അടിവരയിട്ടു, സത്യമായിട്ടും ഒരു ദൈവം ജീവിക്കുന്നു, ആ ദൈവം എന്നെയും സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കും
അതുമാത്രമാണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. എന്നെ സ്നേഹിച്ചവനായൊരു ദൈവം ജീവിക്കുന്നു. എൻ്റെ ജീവിതം എന്നാൽ ഒട്ടും നല്ലതായിരുന്നില്ല. അനേകമായിട്ടുള്ള അശുദ്ധ സ്വഭാവങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നിരാശ കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. എൻ്റെ സഹോദരങ്ങൾ സാക്ഷ്യം പറയുന്നത് പോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നാഥനായി, ഉടയവനായി, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം കടന്നു വന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, അനേക ദിവസങ്ങൾ കരഞ്ഞ് നിലവിളിച്ചും കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് സ്തുതി ഉയരുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വലിയ സ്നേഹം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നു. പിരിയാൻ കഴിയാത്തതുപോലെയുള്ള വലിയ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിലെ ദൈവമാക്കി തന്നു. പ്രിയമുള്ളവരെ, ഇത് 33 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം ഒരു 30 വർഷത്തോളം പ്രിയമുള്ളവരെ വളരെ സമാധാനത്തോടെ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പഠിക്കുവാനുള്ള കൃപ ദൈവം തന്നു. നല്ലൊരു ജോലി ദൈവം തന്നു. നല്ലൊരു കുടുംബജീവിതം ദൈവം തന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 5 വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. എല്ലാം ദൈവം ദാനമായി തന്നു. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ സ്വന്തമായ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ ഞാൻ അധ്വാനിച്ചാൽ ഒരിക്കലും ലഭിക്കില്ലാത്ത അത്രയും ഉയരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവം എന്നെയും കൊണ്ടുവന്ന് എത്തിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, 2020 ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടായ്മയിൽ ആരംഭിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ആ ഫെബ്രുവരി മാസത്തിൽ ഞാൻ തന്നെത്താനായിട്ട് പ്രാർത്ഥിക്കാനെല്ലാം ഇങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചതുപോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയാൽ അവൻ എങ്ങനെയായിരിക്കുമോ ജീവിക്കുന്ന കർത്താവേ, അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ജീവിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ബെൻ മീ ലോഡ്, ഞാനിങ്ങനെ ഹൈഡ് മീ ലോഡ്, എന്നെ നീ കവർ ചെയ്യണമേ, എന്നെ കുനിയുമാറാക്കണമേ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ആ കാലങ്ങളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ഈ കൂട്ടായ്മയിൽ പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ സഹോദരങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ സത്യമായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറി ആ ദേവദാസനിലേക്ക് ആയിപ്പോയത് എന്ന് ഞാൻ സങ്കടത്തോടുകൂടി ഓർക്കുകയാണ്. കാരണം ആ ദേവദാസൻ പറയുന്ന ഓരോ വാക്കും എനിക്ക് ദൈവത്തെ പോലെ ആയിരുന്നു. അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചപ്പോഴെല്ലാം അത് ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ തന്നെയാണ് ഞാൻ കൈക്കൊണ്ടിട്ടുള്ളതും. എന്നാൽ പ്രിയമുള്ളവരെ, ആ കാലങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെക്കാൾ ഉപരിയായി എന്നോട് സംസാരിച്ചപ്പോൾ എല്ലാം വിട്ട്, അതായത് താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാത്തവൻ ആരും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നുള്ളൊരു വചനം എന്നോട് സംസാരിച്ചപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ഞാൻ ആകെ വിഷമത്തിലായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആ യോഗങ്ങൾക്കൊക്കെ എല്ലാം പോകും, പക്ഷേ യോഗങ്ങളിലെല്ലാം പോയി അവിടെയെല്ലാം ഇരിക്കും. എന്നാൽ എനിക്ക് പല ന്യായങ്ങൾ അതിന് പറയാനുണ്ടായിരുന്നു, പല കാര്യങ്ങൾ അതിനെല്ലാം പറയാനുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു വാക്ക് ഇങ്ങനെ വരുമ്പോൾ, ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്, ഇത് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തല്ല ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 4 വർഷത്തോളം ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കാരണം പലപ്പോഴും ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരുന്നു. കാരണം കർത്താവേ, ഇതിനാലല്ലോ നീ എന്നെ വിളിച്ച് വേർതിരിച്ചതെന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിലല്ലോ പകർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ പലപ്പോഴും ദിവസത്തിൽ നിന്നും പൊട്ടിക്കരഞ്ഞു. കർത്താവേ, എനിക്ക് ഈ ലോകത്തിലൊന്നും വേണ്ട, നിന്റെ കൃപ എനിക്ക് മടക്കി തരണമേ എന്ന് ഞാൻ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം എനിക്ക് പല തടസ്സങ്ങൾ, പല കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഈ ദൈവമക്കളെ കുറിച്ചെല്ലാം ആദ്യകാലങ്ങളിൽ എനിക്ക് ചില മുൻവിധികളുണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ലായിരുന്നു. കാരണം ഓരോരുത്തരെ അവരവരെ ദൈവം നടത്തുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിനെ കുറിച്ചും
സോറി ജോൺ സാറിനെ കുറിച്ചും എനിക്ക് ഹൃദയത്തിൽ ഒരു തെറ്റായ ചിന്താഗതികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ സമയം പരസ്യമായിട്ട് സാറിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ മറ്റുള്ള ദൈവങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്തോ എനിക്ക് അതിനോട് ചേർന്ന് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ ഒരു കൂട്ടായ്മയ്ക്കും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ താനിരുന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ സഹോദരനിൽ വരുന്ന മാറ്റം, എൻ്റെ സഹോദരിയിൽ വരുന്ന മാറ്റം, ഓരോരുത്തരിൽ വരുന്ന മാറ്റം എന്നിൽ വലിയൊരു മാറ്റം ഉളവാക്കി. ഞാൻ എന്നെ ചിന്തിപ്പിക്കാനായിട്ടിടയായി. എനിക്ക് മനസ്സിലായി വാസ്തവമായി ഒരു ദൈവം ജീവിക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയുവാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, 6 മാസം മുമ്പാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. എനിക്കതിനെക്കുറിച്ചൊരു വാക്ക് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വലിയ സ്നേഹം എന്നെ തള്ളി ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നിരുന്നപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ് ദൈവത്തിൻ്റെ ആ ഒരു എന്നെ ഫ്രം ദ ബെല്ലീസ് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്തുതിക്കുമല്ലോ പ്രിയമുള്ളവരെ. നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഞാൻ അന്ന് ഓർക്കുകയാണ്, ഞാൻ അന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നിരുന്നപ്പോൾ തന്നെ എൻ്റെ കല്ലായി പോയ ഹൃദയം ഞാൻ ഓർക്കുകയാണ്. തീക്കനലിൻ്റെ മുകളിൽ ചാരം വാരിയിട്ടാൽ എങ്ങനെ ഇരിക്കും പ്രിയമുള്ളവരെ, അത് കത്തിക്കൊണ്ടേ ഇരിക്കാതെ ഇങ്ങനെ മൂടി വെച്ച അവസ്ഥയിലാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത്. എന്നാൽ സ്വർഗത്തിലെ കാറ്റെൻ്റെ മേൽ ഊതിയപ്പോൾ വാസ്തവമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വ്യാപരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എന്നെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ പ്രിയമുള്ളവരെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് മനസ്സിലാക്കുവാൻ ദൈവം എനിക്കും ഭാഗ്യം തരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ ദൈവം എനിക്ക് മടക്കി തരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ് ഇന്ന് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ദൈവത്തിൻ്റെ വചനം എന്നോട് ഇടപെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കണ്ണുനീർ വറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ കണ്ണുനീർ ദൈവം എനിക്ക് മടക്കി തരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഈ 4 വർഷക്കാലം ലാപ്സായി പോയി എന്നാണ് ഞാൻ സങ്കടത്തോടുകൂടി നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ മടക്കി തരുന്നവനായ ദൈവം, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ വേറൊരു പാപത്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല പ്രിയമുള്ളവരെ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ തന്നെ അധ്വാനിച്ചു. പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞാനും മമ്മിയും കൂടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇവിടെ ആദ്യം യോഗത്തിന് വന്നിരുന്നപ്പോൾ തന്നെ മമ്മി പറയുവാനായിട്ട് ഇടയായി, വാസ്തവമായും സ്വർഗത്തിലെ സ്നേഹം, സ്വർഗത്തിലെ ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു ഹൃദയത്തോട്, ഒരു മനസ്സോടുകൂടി, സമാധാനത്തോടുകൂടി ഭവനത്തിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ജീവിതത്തിൽ വേറെ യാതൊരാഗ്രഹവും എനിക്കില്ല. എനിക്ക് പ്രശംസിപ്പാനായിട്ട് എനിക്കൊന്നുമില്ല പ്രിയമുള്ളവരെ. സകലവും കൃപയാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു എന്ന വേലയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പൻ തൻ്റെ കുഞ്ഞിനെ മാറോടണയ്ക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു എന്നെ മാറോടണയ്ക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചില വ്യക്തമായിട്ടുള്ള സമർപ്പണങ്ങളും തീരുമാനങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്കറിയാം എന്നെ ഓർത്ത് എൻ്റെ സഹോദരങ്ങളേറെ വേദനിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളെല്ലാവരും ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നാശകൂപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത യേശുവിനെ ഉയർത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ, അന്ത്യത്തോളം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടുമാറാം.